റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പിൻ്റെ നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് നമ്മൾ പലവിധമായ വിഷയങ്ങളെ ചിന്തിച്ച് വരികയാണ്. ഇന്നൊരു ചെറിയ ചിന്തയാണ് നിങ്ങളോടൊപ്പം ഞാൻ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. മിക്ക മാതാപിതാക്കളും പറയുന്ന ഒരു കാര്യം, എൻ്റെ മകൻ പഠിക്കുന്നില്ല, എൻ്റെ മകൾ പഠിപ്പിൽ വളരെ പിറകിലാണ്, അപ്പോൾ എത്ര പഠിച്ചാലും മണ്ടയിലോട്ട് കയറത്തില്ല എന്നൊക്കെ പറയുന്ന എത്രയോ മാതാപിതാക്കൾ. എന്നാൽ ഇന്ന് നിങ്ങളോടാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം. പടി മോനെ, പടി മക്കളെ എന്ന് പറയുന്നതിനേക്കാൾ ഉപരി പടി 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 എന്ന് ഏത് നിമിഷവും കുഞ്ഞുങ്ങളെ തൊന്തരവ് ചെയ്യരുത്. അതിന് മുമ്പായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടുന്ന കാര്യം, ദൈവത്തിൻ്റെ വചനം വ്യക്തമായും വിളിച്ചു പറയുന്നു, യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. കുഞ്ഞുങ്ങളുടെ ബുദ്ധിമണ്ഡലത്തിലേക്ക് ഇതൊക്കെ കടന്നു ചെല്ലണമെങ്കിൽ ദൈവത്തെ കുഞ്ഞുങ്ങൾ അറിയുന്ന കുഞ്ഞുങ്ങളായി മാറണം. കുഞ്ഞുങ്ങൾ ദൈവത്തെ അന്വേഷിക്കുന്ന കുഞ്ഞുങ്ങളായി മാറണം. അപ്പോൾ കുഞ്ഞുങ്ങളോട്, അതായത് കുഞ്ഞുങ്ങൾ പഠിക്കുന്നതിന് മുൻപായി, പഠിക്കാൻ ഇരുത്തുന്നതിന് മുൻപായി തന്നെ കുഞ്ഞുങ്ങളെ ഇരുത്തിക്കൊണ്ട് കുഞ്ഞുങ്ങളുടെ തലയിൽ കൈവച്ച്, നിങ്ങളുടെ വലതുകരം വെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവേ, എൻ്റെ കുഞ്ഞിനെ അനുഗ്രഹിക്കണം, എൻ്റെ കുഞ്ഞിൻ്റെ ബുദ്ധിമണ്ഡലത്തോട് അപ്പച്ചൻ ഇടപെടണം, കുഞ്ഞുങ്ങൾ പഠിക്കുന്നതൊക്കെയും അത് ഹൃദയത്തിൽ ആഴമായി പതിയണം, ബൈഹാർട്ടാക്കാനുള്ള കൃപ ദൈവം കൊടുക്കണം, നല്ല മിടുക്കനും മിടുക്കിയാകണം, ദൈവത്തിൻ്റെ കരം ചലിക്കണം, ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടണം, ഒരത്ഭുതം എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? നിശ്ചയമായി കർത്താവ് കുഞ്ഞുങ്ങളുടെ ബുദ്ധിമണ്ഡലത്തെ വികസിപ്പിക്കാൻ തന്നെ ചെയ്യും. നമ്മുടെ കുഞ്ഞുങ്ങൾ സമർത്ഥരായി മാറും. അതുകൊണ്ട് ആ ഭാരമൊക്കെ മാറ്റിവെച്ചിട്ട് മുമ്പേ ദൈവനുടെ രാജ്യത്തെയും നീതിയെയും അന്വേഷിപ്പീൻ. കർത്താവിൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുന്നവരായി മാറുമ്പോഴാണ് സകലതും നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ നാം അങ്ങനെ കർത്താവിനെ അന്വേഷിക്കുന്നവരായി തീരുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളും കർത്താവിനെ അന്വേഷിക്കുന്നവരായി മാറും. അപ്പോൾ നമ്മുടെ തലമുറയ്ക്ക് അനുഗ്രഹവും വിടുതലുമായി മാറും, അത്ഭുതമായി മാറണം. അവരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ ഉണ്ടാവും. അവർ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറമായി അവർ മിടുക്കന്മാരും മിടുക്കികളുമായി മാറും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരും, നമ്മുടെ കുഞ്ഞുങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ പുറകിലാണെന്നുള്ള ഭാരമെല്ലാം വേണ്ട, കർത്താവിന് വിട്ടുകൊടുക്ക്. കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിച്ച് മാനിക്കും. ഓക്കെ, ദൈവമായ കർത്താവിൽ അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗാഡ് ബ്ലെസ് യു ഓൾ.